ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് തളിപ്പറമ്പ് മെർമെയ്ഡ് ഫെയറിന് പോയപ്പെടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാനും അച്ഛനും കൂടിയിട്ടായിരുന്നു തളിപ്പറമ്പുള്ള ആ ഒരു മെർമെയ്ഡ് ഫെയറിന് പോയിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ ഇടാനെടുത്ത വീഡിയോ ഒന്നും ആയിരുന്നില്ല. ഇത് അച്ഛനും ഞാനൊക്കെ കൂടി ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത്, അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു എന്നാൽ അത് യൂട്യൂബിൽ ഇട്ടുകൂടി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായ സമയത്ത് എല്ലാം എവിടെയോ ആയിപ്പോയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് SD കാർഡിൽ ഉണ്ടായതായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ട് വീഡിയോ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതലും കുറേ മുസ്ലിംസും അതേപോലെ തന്നെ കുറേ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്നവരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് അങ്ങാറ്റായിരുന്നു തോന്നുന്നു ഉണ്ടായിരുന്നത്. ഞാനിങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ കാശ്മീർ വിസ്മയ കാഴ്ചകളിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇട്ട പോലത്തെ രീതിയിൽ. അപ്പം അവിടെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് പോലെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പതുക്കെ ക്യാമറ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു, കാരണം അതാകുമ്പോൾ ഹൈറ്റും കൂടും, പിന്നെ എനിക്ക് നടക്കുകയും ചെയ്യാം അങ്ങനത്തെ രീതിയിൽ. അങ്ങനെ ആദ്യം തന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് നല്ല വൃത്തി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു അതെന്ന് വെച്ചാൽ ഒരു നീല ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ലൊരു ഇതായിരുന്നു. അത് എന്നും ഒരു മെമ്മറി ആയിട്ട് ഉണ്ടാവും, കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതെൻ്റെ രണ്ടാമത്തെ ഫെയർ ആയിരിക്കും, കാരണം ഞാൻ അങ്ങനെ ഫെയറിനൊന്നും പോകാറില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേമാതിരി കയറുമ്പം ഒരു സിംഹക്കുട്ടീൻ്റെ മേത്ത് ഇങ്ങനെ മഞ്ഞൊക്കെ വീണ അവസ്ഥയിലായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരുന്നു ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു സംഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ നീല ലൈറ്റൊക്കെ വന്നിട്ട് അടിയിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എന്നിങ്ങനെ അതിൻ്റെ അപ്പുറം തന്നെ കുറച്ച് പശുക്കുട്ടിയൊക്കെ, പിന്നെ ഷാർക്ക്, അങ്ങനത്തെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ തന്നെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയും വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ഒരു ഇത്. കുറേ ആളുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ഗുരുളേനെ പോലത്തെ സംഭവമായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ ഒരു കരടിക്കുട്ടനെ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കൊരു ഫോട്ടോ എടുക്കാം, കാരണം എൻ്റെ ഡ്രസ്സ് കരടീൻ്റെ ഒരു കളർ നോക്കിയാണ് മനസ്സിലാവും, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതിന് മുന്നേ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഒരു ആനക്കുട്ടീൻ്റെ ഷേപ്പിലുള്ള സംഭവമാണ്. ഇത് കഴിഞ്ഞിട്ടൊരു അണ്ടർ വാട്ടർ പോലത്തെ ഒരു സംഭവമായിരുന്നു, ഫിഷിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ എൻട്രീൻ്റെ വീഡിയോ അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് യൂട്യൂബിൽ ഇടാൻ എടുത്തല്ല, എനിക്ക് കാണാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നൊക്കെയോ ഉള്ള വീഡിയോ എടുത്തിട്ട് വീഡിയോ ആക്കിയതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഇത് നല്ല വലിയ മീനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതവിടെ അനുങ്ങോട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരെല്ലാം അതിനെയായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. വരുന്നവരും ഒക്കെ അതിനെ നോക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഷാർക്ക് അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. ഷാർക്കിൻ്റെ മോഡലാണോ ഷാർക്കാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ തന്നെ ഒരുപാടുണ്ടായിരുന്നു. ഇത് അപ്പുറത്ത് ഇരിക്കുന്ന ആ ചേച്ചിയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അതാ ഷാർക്കിനെ പോലത്തെ സംഭവങ്ങളുണ്ടാവും. പിന്നെ ഇതിൻ്റെ തന്നെ വേറെ ഒന്നുണ്ടായിരുന്നു. ഇത് ഈ വലിയ താഴെ കിടക്കുന്ന മീനില്ലേ, അതാ ഇതന്നെ, ഇതിൻ്റെ തന്നെ വേറെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് വിളിച്ചിട്ട് അത് കാണിച്ചു കൊടുക്കാനായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അതിലായിരുന്നു കേട്ടോ. ഇതാ അതിൻ്റെ രണ്ടാമത്തെയാണ് ഇതെന്ന് വെച്ചാൽ. ഇതിങ്ങനെ താഴെ വന്ന് കിടക്കുന്നതാണോന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ മുകളിൽ കുറേ ഉണ്ടായിരുന്നു ഫിഷ്, പല തരമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് പൊട്ടി താഴെ വന്നിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി നടക്കുമ്പോൾ അടുത്ത സെക്ഷനിലോട്ട് എത്തി. അതായത് കുറേ ഇങ്ങനെ കുഞ്ഞല്ല വലുതുമല്ല എന്ന് പറയുന്ന രീതിയിലുള്ള മീനായിരുന്നു.
ഇതിൻ്റെ വേറെ ആ മഞ്ഞേൻ്റെ ഒക്കെ സൈസിലുള്ള അതിൻ്റെ വേറെ കളറ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് കുറേ കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തിയുണ്ടായിരുന്നു. ആ വലിയ മീനും ഒക്കെ നല്ല വൃത്തിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് ഓരോ സെക്ഷനിലോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ തന്നെ വേറെ സെക്ഷനാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലൈറ്റ് നീല ലൈറ്റും വെള്ള ലൈറ്റൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും. അവിടെ കുറേ മീനുകൾ ഇങ്ങനെ മുകളിലൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു റാ പോലത്തെ ഷേപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതാണ്. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞത് പണ്ട് നമ്മളെടുത്തുണ്ടായ മീനല്ലേ അത് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം തേക്കണ്ട എല്ലാവരും വീഡിയോ ഓണാക്കിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അതിന് നമുക്കൊന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആള് ഇങ്ങനെ പോവും വരികയൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ ഫോട്ടോ എടുക്കാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടായിരുന്നു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നത്. കുറേ കുഞ്ഞു മീനുകളില്ലേ, ചെറിയ ചെറിയ മീനുകളുണ്ട്. അതേപോലത്തെ ആയിരുന്നു അടുത്തതുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഇത് അതിൻ്റെ മുന്നിലത്തതാണ്. ഇത് നമ്മൾ എന്താണ് ഓറഞ്ച് അങ്ങനത്തെ കളർ വന്നിട്ടുള്ള മീനായിരുന്നു. ഇതിനൊക്കെ അങ്ങനെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തതായിരുന്നു ഇതൊരു ചെറിയ സ്പേസ് ആയിരുന്നു. ഇതായിരുന്നു വലിയ സ്പേസ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കുറേ കുത്തിട്ട പോലെയുണ്ട്. നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. സ്പേസ് പോയ കണക്കായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ കുഞ്ഞു കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം കണക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് വലിയ മീനൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന മീനൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ രീതിയിൽ അത് കഴിഞ്ഞിട്ട് ഇത് മറ്റു ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലത്താണുള്ളതാണിത്. അങ്ങനെ പിന്നെ കുറേ കുഞ്ഞു അക്വേറിയം പോലത്താനൊക്കെ ആയിരുന്നു. അത് പിന്നെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലത്താനാണ്. അത് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മെർമെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കാണാനാണ് ആക്ച്വലി വന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 മെർമെയ്ഡായിരുന്നു ഉണ്ടായിരുന്നത്, 2 ഒരു ബോക്സ് പോലത്താണ് ആയിട്ട്. അപ്പോൾ അധികം ഇവർ മുകളിലായിരിക്കും ഉണ്ടാവുക, കാരണം ശ്വാസമൊക്കെ വലിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എനിക്കിത് കൂടുതൽ ഇഷ്ടമായത് ഇപ്പോഴത്തെ ഈ നീലേനെയാണ് കേട്ടോ. കാരണം എക്സ്പീരിയൻസ് ഉള്ളതാണ് തോന്നുന്നത്. കാരണം കുറേ നേരം നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടാളും നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ അതായത് ഇഷ്ടമായത്. ഈ മെർമെയ്ഡ് നന്നായിട്ട് ഫോട്ടോസൊക്കെ നന്നായിരുന്നു. യോഗ പിടിച്ചിട്ട് അങ്ങനെ ആ ഒരു ഇതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഇതുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടാളും അപ്പുറത്തേക്ക് പോയിട്ട് മുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ടൈം കഴിയും. കാരണം ഞങ്ങൾ രാത്രിയാണ് സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. ടൈം കഴിയുന്ന സമയത്ത് അവർ മുകളിലേക്ക് പോയതാണ്. ഇതാണ് മെർമെയ്ഡ് വന്നിട്ടുള്ളത്. ആൻഡ് ഇപ്പം നിൽക്കുകയാണെങ്കിൽ മെർമെയ്ഡ് താഴത്ത് വീഡിയോ എടുക്കുന്ന യോഗം ഇങ്ങനെ കാണിക്കുന്നത്. ഞാനിങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ ആ കൈക്ക് ഇതായിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഞങ്ങളുടെ വീഡിയോ ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് ഹായൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ തന്നിട്ടാണ് ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കൈ വെക്കുന്നത് അവർ എനിക്കൊന്നും ചേർത്തില്ല. അതിൻ്റെ അവർ മുകളിലോട്ടേക്ക് പോയി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ലാസ്റ്റോട്ട് അവർ മുകളിലേക്ക് കയറുന്നുണ്ടെന്ന്. മുകളിലോട്ടേക്കുള്ള സ്റ്റെപ്പ് പോലത്തെ മുകളിലോട്ടേക്ക് കയറുകയാണ് ചെയ്തത്.
ഞങ്ങൾക്ക് ബസ്സിന് വരേണ്ട സമയമായതുകൊണ്ട് ഞങ്ങൾ വേഗം വന്നിട്ടുണ്ടായിരുന്നു. ഒന്നിന് കയറൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരുപാട് തിന്നേണ്ട സാധനങ്ങളുണ്ടായിരുന്നു. നല്ല വൃത്തിയുണ്ടായിരുന്നു. എൻ്റെ ഒരു മെമ്മറി തന്നെയാണ്.